ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിയന്ത്രണങ്ങൾക്കെതിരെ ഇന്ന് പാലക്കാട്ട് ഒരു വ്യത്യസ്ത സമരം നടന്നു. കളക്ടറേറ്റിലേക്ക് പ്രതീകാത്മക ഉത്സവ എഴുന്നള്ളിപ്പ് നടത്തിയാണ് വെടിക്കെട്ട് സംരക്ഷണ സമിതിയും പൂരപ്രേമികളും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. നമുക്കും ആ പ്രതിഷേധം ഒന്ന് കണ്ടിട്ട് വരാം. പാലക്കാട്ടെ വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാലക്കാട് കോട്ട മൈതാനിൽ നിന്നും ജില്ലാ കളക്ടറേറ്റിലേക്ക് ഒരു പ്രതിഷേധ ധർണ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ വന്നിരുന്നു. ഈ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, പുനർപരിശോധിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. പ്രതീകാത്മക രീതിയിൽ ഒരു ആന എഴുന്നള്ളിപ്പ് നടത്തി തന്നെ അല്ലെങ്കിൽ ഒരു എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ആനയ്ക്ക് പകരം ഓട്ടോറിക്ഷകളിൽ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ടും അതുപോലെ തന്നെ അതിന് തൊട്ടു പിറകിലായി പഞ്ചവാദ്യമുണ്ട്. ഇത്തരത്തിൽ ഒരു എഴുന്നള്ളിപ്പ്, പൂർണ്ണ രീതിയിലുള്ള ഒരു എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. നമുക്ക് അവരുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഈ വെടിക്കെട്ട് സംരക്ഷണ സമിതിയോടൊപ്പം തന്നെ ഇപ്പോൾ പൂര കമ്മിറ്റികൾ അതുപോലെ തന്നെ വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലെല്ലാം ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരെല്ലാം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മൈക്ക് ആൻഡ് സൗണ്ടിൻ്റെ അസോസിയേഷൻ ഭാരവാഹികളും ഈ സമരത്തിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. പൂർണ്ണമായും ഈ വെടിക്കെട്ട് നിയന്ത്രണം ഒഴിവാക്കുക, അതിനോടൊപ്പം തന്നെ ഈ ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ആന എഴുന്നള്ളിപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ചട്ടങ്ങൾ അത് പുനർപരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നൂറുകണക്കിന് പൂരപ്രേമികളും പൂര കമ്മിറ്റി ഭാരവാഹികളുമാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പാലക്കാട് കോട്ട മൈതാനം പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളെല്ലാം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതായാണ് നമുക്ക് കാണുന്നത്. പൂർണ്ണമായും ഈ വെടിക്കെട്ടിനും എഴുന്നള്ളിപ്പിനും കൊണ്ടുവന്നുള്ള ഈ നിയന്ത്രണം ഒഴിവാക്കുക എന്നുള്ളതാണ് ആവശ്യം. തീർച്ചയായിട്ടും വെടിക്കെട്ടിനും മറ്റേ എഴുന്നള്ളിപ്പിനും കൊണ്ടുവന്നുള്ള നിയന്ത്രണങ്ങൾ മുഴുവനും ഒഴിവാക്കണം. സാധാരണ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾ നടപ്പിലാക്കണം. ഇത്രയും കാലം, ഒരുപാട് കാലമായി ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഈ വിധി വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഉത്സവങ്ങളും നടത്താൻ സാധ്യമല്ല. ഒരു പക്ഷേ കേരള സംസ്ഥാന സർക്കാർ ഈ വരുന്ന ജനുവരിയിലുള്ള നിയമസഭയിൽ പ്രമേയം പാസാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധിയെ മറികടക്കാനുള്ള ശ്രമങ്ങൾ കോടതിയെ ബോധിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം നിരന്തരം പ്രക്ഷോഭ പരിപാടികളുമായി ഉത്സവ കമ്മിറ്റി പരിപാടികൾ പോകുമെന്നും ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന് അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വത്തിനെല്ലാം നേതൃത്വത്തിൽ ഈ നിയന്ത്രണങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ഈ പൂര കമ്മിറ്റികളും ഇപ്പോൾ ഈ വെടിക്കെട്ട് സംരക്ഷണ സമിതിയുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നിരവധി വേലകളും ഉത്സവങ്ങളും പൂരങ്ങളും എല്ലാം നടക്കുന്ന ഒരു നാളുകളാണ്. ആ സമയത്ത് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കും, ഒരുപാട് കലാകാരന്മാരെ ബാധിക്കും. അതുകൊണ്ട് ഈ നിയന്ത്രണങ്ങൾ ഒരു ഇളവ് കൊണ്ടുവരണം, ഇപ്പോൾ കൊണ്ടുവന്നുള്ള ചട്ടങ്ങൾ പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതീകാത്മക രീതിയിലുള്ള ഒരു എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും വിവിധ പൂര കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിലും പാലക്കാട് കളക്ടറേറ്റിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ ധർണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.